ഹലോ, സുഖമല്ല എല്ലാവർക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു കഥയുമായാണ്. കേരളത്തിൽ ഒന്ന് പോയി വന്നു. വെറും ഒരാഴ്ചക്കാലത്തെ അവധിക്ക്. ഒരൊറ്റ ഉദ്ദേശമേ ആ യാത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ. അമ്മയെ ഒന്ന് കാണുക, കൂടെ ഒരാഴ്ച ചെലവഴിക്കുക. അമ്മയ്ക്കിപ്പോൾ 78 വയസ്സായി. ഒരു വർഷം മുമ്പ് ചെറിയൊരു സ്ട്രോക്ക് ഉണ്ടായി. ഇപ്പോൾ സംസാരത്തിനും ഓർമ്മയ്ക്കും ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലാതെ യാതൊരു കുഴപ്പവുമില്ല. എന്നും സ്വന്തം കുടുംബത്തിനു വേണ്ടി ജീവിച്ച ഒരമ്മ, മക്കളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്ന അമ്മ, ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലും സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് മക്കൾക്കായി ജീവിച്ച അമ്മ. എല്ലാ അമ്മമാരും അങ്ങനെയാണ് അല്ലേ? എന്നാലും എൻ്റെ അമ്മ ഒരു പടിക്ക് കൂടി മുൻപിലാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയെ ഞാനെന്നും വിളിക്കാറുണ്ട്. ഒരു ദിവസം ഫോൺ വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആകുലത നിറഞ്ഞ ശബ്ദത്തിൽ പിറ്റേ ദിവസം ചോദിക്കും, എന്തു പറ്റി മോനെ ഇന്നലെ വിളിക്കാഞ്ഞത്? ആ അമ്മയുടെ കാത്തിരിപ്പ് വർഷത്തിലൊരിക്കൽ വരുന്ന മക്കളുടെ അവധിക്കാലമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മക്കളെ കാണണമെന്ന ആ ഒരു പ്രതീക്ഷയാണ് ആ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതെന്ന്. മക്കൾ വന്ന് കുറച്ച് സമയം അമ്മയോടൊപ്പം, കുറച്ച് ദിവസങ്ങൾ അമ്മയോടൊപ്പം ഉണ്ടാകും. അതിനിടയ്ക്ക് ഷോപ്പിങ്, ബന്ധുവീടുകളിൽ സന്ദർശനം ഒക്കെ ആയിട്ട് അമ്മയോടൊപ്പം കഴിയുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. എന്നാലും ഒരു പരിഭവവും പറയാതെ പുഞ്ചിരിയോടെ അമ്മ എല്ലാവരെയും യാത്രയാക്കും. പിന്നെയും ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. ഒരുപക്ഷെ എന്തൊരു ക്രൂരതയാണ് അല്ലേ? നമ്മുടെ ഒരു സന്ദർശനം, നമ്മുടെ ഒരു ആലിംഗനം, ഒരു സംസാരം, അത് നൽകുന്ന ഊർജം അവർക്ക് എത്ര വലുതാണെന്നറിയാമോ? അതാണ് അവരെ മുൻപോട്ട് നയിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, കാലം മുൻപോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഊർജം അവർക്ക് വേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ ഒരാഴ്ച നാട്ടിൽ പോകുവാൻ തീരുമാനിക്കാനുള്ള കാരണം. എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രതീക്ഷകൾ നൽകുക. അതുമാത്രമായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ട ജീവിതങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാർ, അവരെ ഒരിക്കലും മറക്കരുത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോഴായിരിക്കാം. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്ക് ജീവൻ തന്നവരെ പ്രതീക്ഷയോടെ മുൻപോട്ട് നയിക്കുക. ബൈബിളിൽ പറയുന്നു, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.